സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ സിദ്ധാർത്ഥനെ കണ്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നു. തന്റെ ചേച്ചി ഒരുപാട് ആഗ്രഹിച്ച ജീവിതമായിരുന്നു ഈ പറയുന്ന നന്ദേട്ടനുമായിട്ടുള്ളത്. പക്ഷേ ചേച്ചി ആഗ്രഹിച്ചതുപോലെയൊന്നല്ല കാര്യങ്ങൾ വന്നത്. ഞാനും എന്റെ ചേച്ചിയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയ കൂട്ടത്തിലുള്ളവരാണെന്നും അപ്പോഴൊക്കെ ദാരിദ്ര്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അച്ഛനെയും അമ്മയെയും എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു. എന്റെ ചേച്ചിയായിരുന്നു ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയുള്ള ചേച്ചി ഒരു MLA-യുടെ മകനെ പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോ ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം ചേച്ചിയെങ്കിലും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി. ഇപ്പൊ വിചാരിക്കുന്നു എന്റെ ചേച്ചിക്ക് ഞങ്ങളെപ്പോലുള്ള ആരെയെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ചേച്ചി സന്തോഷത്തോടെ ജീവിച്ചേനെ എന്ന്. ശരിക്കും ചേച്ചി കുടിച്ച കണ്ണീരിന് കണക്കില്ല. പ്രഭാവതി ആന്റി, രജനി ചേച്ചി, അങ്ങനെ എല്ലാവരും ചേച്ചിയെ ചൂഷണം ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോഴിതാ പുതിയ കഥാപാത്രം ഇസബല്ലയും. എന്റെ ചേച്ചിയെ വെറുതെ വിടണം. നന്ദേട്ടന്റെ ഈ കൊലപാതകവുമായിട്ട് ചേച്ചിക്ക് യാതൊരു ബന്ധവും പാടില്ല. ചന്ദ്രവത്തെ വീട്ടിൽ തന്നെ അത് ഒതുങ്ങിത്തീരണം. ചേച്ചിയെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനോട് അപേക്ഷിക്കുകയാണ് ശാരിക. ഇതൊക്കെ കേട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ മറുപടി പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് ദേവിക വരുന്നുണ്ട്. ശാരികയുടെ വായടപ്പിക്കാൻ നോക്കുമ്പോൾ ശാരിക പറഞ്ഞതെല്ലാം 100% ശരിയാണെന്നും പിന്നെ ഒരു കുടുംബജീവിതമായാൽ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും ഒരു കാരണവശാലും MLA ആയിട്ടുള്ള ദേവികയ്ക്ക് യാതൊരു പ്രശ്നവും വരില്ല ഈ ഋഷി കേസിൽ എന്ന് പറഞ്ഞ വാക്ക് കൊടുത്ത് അവിടെ നിന്നും സിദ്ധാർത്ഥം പോകുന്നുണ്ട്. പിന്നീട് മാധവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ഡോക്ടർ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അങ്ങനെ ഗിരി വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ രജനി അറിഞ്ഞതും അതുപോലെ മുരളിയോട് പറഞ്ഞാൽ ഭാർഗവി അറിയാൻ പോകുന്ന ഭാർഗവി എല്ലാവരോടും പബ്ലിസിറ്റി ചെയ്യുമെന്ന് പറഞ്ഞ് അവരത് മറച്ചു വെക്കുകയാണ്. പിന്നീട് ചന്ദ്രമതി വന്ന് ഇസബല്ല ചന്ദ്രവത്തെ വീട്ടിലേക്ക് വീണ്ടും വന്നതിനെ കുറിച്ച് പറഞ്ഞ് പ്രഭാവതിയെ കുറ്റപ്പെടുത്തുന്നു. അവൾ ഇനി വന്നാൽ വിട്ടയക്കണ്ട, ഇവിടെ തന്നെ അങ്ങ് സ്ഥാപിച്ചേക്ക്. അവൾ ശരിക്കും ഒരു ഫ്രോഡാണ്, ഫ്രണ്ടല്ല. നന്ദനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് നീ പറഞ്ഞല്ലോ. ഏത് തരത്തിലാണ് അവൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്? നല്ലൊരു സുഹൃത്തായിരുന്നുവെങ്കിൽ ആദ്യം അവളത് അവന്റെ ഭാര്യയോടും പിന്നെ അവന് വേണ്ടപ്പെട്ടവരോടും പറയുമായിരുന്നു. അല്ലാതെ അവള് രഹസ്യമായിട്ട് ഓരോന്ന് ചെയ്ത് അവനെ ഹോട്ടൽ മുറിക്കും ഹോം സ്റ്റേക്കൊക്കെ വിളിച്ചിട്ട് പോയി. ഇതാണ് പ്രഭാവതി നല്ലൊരു സുഹൃത്തെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. പിന്നീട് ദേവിക അങ്ങോട്ട് വരുന്നു. തന്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണെന്നും ആ ഒരു വാർത്ത ഇവിടെ സിദ്ധാർത്ഥൻ അച്ഛനെ അറിയിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ തന്റെ മകനെ ഒരു കാരണവശാലും നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കരുതെന്നും അവനോട് ക്ഷമിക്കണമെന്നും അവനെ രക്ഷപ്പെടുത്തണമെന്നും പ്രഭാവതി ദേവികയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. അതിനൊരിക്കലും കഴിയില്ല എന്ന് ദേവിക മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതി പറയുകയാണ്, ഞങ്ങൾക്ക് നന്ദനെ ഒന്ന് കാണണം. നന്ദനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയും നന്ദനെ കാണാനായിട്ട് ചന്ദ്രമതിയുടെ കൂടെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ നന്ദനാണെങ്കിൽ തന്നോട് ക്ഷമിക്കണം ആന്റി, ഒരുപാട് തെറ്റുകൾ ചെയ്തു, അതൊക്കെ ഇതിന്റെ ഒരു ഡിപ്രഷനിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട്, മാപ്പും ചോദിക്കുന്നുണ്ട്. ഈ സമയം ദേവിയോടും മാപ്പ് ചോദിക്കുകയാണ്. തന്നോട് യാതൊരു ദേഷ്യവും പാടില്ല എന്നും ക്ഷമിക്കണമെന്നും തന്റെ പഴയ നന്ദുവാണെന്നും അതിന് ഒരു കറയും പറ്റിയിട്ടില്ലെന്നും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. ഈ സമയം ദേവികയ്ക്കാണെങ്കിൽ നന്ദനോട് വലിയൊരു സഹതാപം തോന്നുന്നുണ്ട്. അങ്ങനെ ഇസബല്ലയുമായിട്ടുള്ള തന്റെ കൂട്ടുകെട്ടിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ തന്നെ നന്ദൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഈ സമയം ഇസബല്ലയ്ക്ക് നന്ദനും ദേവികയും തമ്മിൽ ഒരുമിക്കുമോ? കാരണം എന്തൊക്കെ പറഞ്ഞാലും നന്ദന്റെ ഭാര്യയാണ് ദേവിക. അങ്ങനെ വന്ന രണ്ടെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെവിനോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. പിന്നീട് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അതിൽ ചൊല്ലി ഉണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ച് അരുന്ധതിയാണെങ്കിൽ ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഇനിയും ഇത് മൂടി വെച്ചാൽ ഒരുപാട് അപകടങ്ങളിലേക്ക് പോയി ചെന്നെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഋഷി നീ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ നിൽക്കുന്ന നിന്റെ കൂടെയുള്ള കൂട്ടുകാർക്കൊന്നും യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. ഇസബല്ല ആവട്ടെ, കെവിൻ ആവട്ടെ, മറ്റാരും ആകട്ടെ, നീ ആയിരിക്കും ഇത്രയും വലിയ കള്ളക്കളി കളിച്ചതിന്റെ പേരിൽ ജയിലിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഋഷി ആണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞും നീ കീഴടങ്ങുന്നതായിരിക്കും നല്ലത്. ഈ ഡ്രാമയൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഋഷി ആദ്യം ഒന്ന് എതിർക്കുന്നുണ്ടെങ്കിലും അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പിന്നീട് കെവിനുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. കെവിന് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന്. ഇസബല്ല വലിയൊരു വിഷപ്പാമ്പാകുമെന്നും അവന് നന്നായിട്ട് അറിയാം. എന്തായാലും കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.